നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചെറുവയുണ്ടോ? അതായത് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ ചാരി നിൽക്കണം. ഒരു കാല് ഇങ്ങനെ കൊടുക്കണം, മീൻസ് ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കണം. അപ്പം എൻ്റെ തുടയാണ് കൊടുക്കേണ്ടത്, കാലല്ല, മുട്ടും കാലല്ല. എനിക്കതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. കണ്ടോ? തുട സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് വേണം ചിരണ്ടാണ് ഇത് തേങ്ങ ചിരകാനായിട്ട്. അപ്പം ഞാൻ തേങ്ങ ചിരകി എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യണേന്ന്. ഞാൻ എന്നിട്ട് എന്താക്കുമെന്നറിയോ, ഇനി ഇതിലിട്ട് ചിരകിയെടുത്താൽ ഇതിൻ്റെ ആ ബ്ലാക്ക് അകത്തുള്ള കളറില്ലേ അത് വീഴും. അതുകൊണ്ട് ഞാൻ എന്താക്കും, സ്പൂണ് കൊണ്ട് അതെടുത്ത് കളയും. വീഡിയോ എടുത്തു തരാൻ ആരുമില്ലാത്തത് കൊണ്ട് എനിക്കതിപ്പം കാണിക്കാൻ പറ്റില്ലല്ലോ. എടുത്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. ഓക്കെ, ഇനി അടുത്തത്. അതിനിടയിൽ കൂടെ ഞാൻ അപ്പവും ചൂടുന്നുണ്ട്. എൻ്റെ ചോറ് തീറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഈ കലാപരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പത്തിൻ്റെ മാവ് നോക്ക്. ഞാൻ നട്ടത് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വിത്ത് പാകിയിരുന്നു. അതിലുണ്ടായ പപ്പായ, കർമൂസ എന്ന് കോഴിക്കോട് പറയും, കപ്ലങ്ങ എന്ന് പറയും, പപ്പായ എന്ന് പറയും. ചെറുതാട്ട കുഞ്ഞിതാ. ഇപ്പം ഇങ്ങനെ പറയും, ഞാൻ കാണിക്കും. ഇത് കാണുമ്പോൾ വലുതല്ലേ, കുഞ്ഞിതാ. ഈ അപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, നമ്മൾ വീണ്ടും ഇനി കലക്കണ്ട. ആദ്യം നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട്, എന്നിട്ട് വീണ്ടും കലക്കണ്ട. ഇങ്ങനെ തന്നെ കോരി ചുട്ടാൽ മതി, മനസ്സിലായോ? വീണ്ടും അടുത്ത മാവ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. അല്ലാണ്ട് വീണ്ടും ഓരോ പ്രാവശ്യം ഇങ്ങനെ അപ്പം ചുടുമ്പം ഇതിന് വെള്ളം ഇപ്പോൾ ഒന്ന് തെക്കോട്ടുള്ളവർ പറയും അല്ലേ, ഇങ്ങോട്ടുള്ളവർ, നമ്മൾ കണ്ണൂരുകാരും ഈ അപ്പം ചുടൽ കുറവാണ്. ഇവിടെ അപ്പം എന്ന് പറയുന്നത് ഇത് കൊണ്ട് ദോശ ചൂടും. അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. ഇങ്ങനെ വേണം എടുക്കാൻ കേട്ടോ. അതുകൊണ്ട് കലക്കി അപ്പം എടുക്കരുത്, അപ്പോൾ അപ്പത്തിൻ്റെ ആ ഒരു ഭംഗി പോവും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ്. ഞാനിപ്പോൾ അത് അറിയാണ്ട്, ചില സമയത്ത് നമ്മൾ അറിയാണ്ട് അങ്ങനെ ചുട്ടു. ഇതങ്ങനെ അറിയാണ്ട് എടുത്ത അപ്പമാണ്, അതുകൊണ്ട് വലിയ സ്റ്റൈലില്ല. പക്ഷേ ഈ അപ്പം നോക്കിയാൽ എല്ലാവരുടെ ഓട്ട വന്നു അല്ലേ. അത് ഞാൻ കലക്കാണ്ടെടുത്തത്. ഇത് കലക്കിപ്പോവും, ചില സമയത്ത് ഓർക്കൂല. കലക്കിപ്പോയ അപ്പമാണ്, അത് വലിയ മെനയില്ല. എന്നിട്ട് ഇതെന്താക്കുമെന്നറിയോ, ഫ്രീസറിലങ്ങ് വയ്ക്കും. കണ്ടോ, ഇത് ഫ്രീസറിലോട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുക്കുമ്പോൾ 1 മാസമൊക്കെ കറക്റ്റായിട്ട് അവിടെ ഇരിക്കും. പക്ഷേങ്കിൽ പുറത്ത് നമ്മൾ ഉപയോഗത്തിനെടുത്തതിന് ശേഷം അപ്പം തന്നെ കയറ്റണം, പുറത്ത് വയ്ക്കാൻ പാടില്ല. പിന്നെ ഈ സ്പൂൺ കൊണ്ട് സ്പൂൺ എടുക്കാൻ പറ്റില്ല, കാരണം കട്ട പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരാൻ പറ്റില്ല, കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. കറിയൊക്കെ കോരുന്ന തവയില്ലേ, ഇത് ഇങ്ങനത്തെ കറിയൊക്കെ കോരുന്ന പല ടൈപ്പുണ്ട്. നമ്മളിപ്പോൾ അപ്പത്തിനൊക്കെ എടുത്ത് സ്പൂൺ അത് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കണം, ഇങ്ങനെ ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ലവണ്ണം വരും. അല്ലാണ്ട് ആ സ്പൂൺ കൊണ്ട് കുത്തിയെടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല മക്കളെ, നടക്കൂല. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതാ എളുപ്പം. ഇങ്ങനെ തന്നെ ചുരണ്ടി കണ്ട അടച്ച് ഫ്രീസർ കയറ്റി വെച്ചാൽ മതി. ഞാൻ ഇതിൽ വയ്ക്കും, ഈ അപ്പത്തിൻ്റെ പാത്രം കണ്ട ഇതിൽ വയ്ക്കും, എന്നിട്ട് ഫ്രീസറിൽ കയറ്റി വയ്ക്കും. അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും. സുഖമായിട്ട് 1.5 മാസമൊക്കെ ഇരിക്കും, ഒന്നും ആവില്ല, ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പം അങ്ങനെ ഫ്രീസറിലോട്ട് വെച്ചു. അങ്ങോട്ട ഗോതമ്പ് പൊടി വരെ ഞാൻ കയറ്റി വയ്ക്കും, കാരണം അത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അവിടെ അടിപൊളിയായിട്ടിരുന്നോളും. പൊട്ടിച്ച ഗോതമ്പ് പൊടിയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നത്. ബദാം എടുക്കട്ടെ. പട്ടാണെന്ന് വിചാരിക്കും. മഞ്ഞപ്പൊടി ഒന്ന് കേടുകൂടാണ്ടിരിക്കും. ഇത് ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത്, ഇത് എണ്ണ, ഇത് കായം, ഇതൊക്കെ ഒരു ഇതറിയാമല്ലോ. സോസേജ് അല്ല, സോസ്. ഇതാണ് ഓർഗാന എന്ന് പറയും. നമ്മുടെ പനിക്കൂർക്ക ഇല്ലേ, പനിക്കൂർക്ക
പനിക്കൂർക്കൻ്റെ ഇല പൊടിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. ഞാനിതുവരെ പൊടിച്ച് നോക്കിയിട്ടില്ല. എനിക്കിവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈസ്റ്റേണിൻ്റെ എന്തുവാണ്, ചിക്കൻ മസാല, ബീഫ് മസാല, ഈസ്റ്റേണിൻ്റെ ബീഫ് മസാല. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. അപ്പോൾ നിങ്ങളാണുങ്ങളൊക്കെ ഇതുപോലെ ചുരണ്ടി ആഴ്ചയിൽ പിന്നെ സൺഡേ ഒക്കെ ഇതുപോലെ തേങ്ങയൊക്കെ ചിരകി വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പണി കുറഞ്ഞിരിക്കും. എന്നിട്ട് അവരോട് പറയണം, ഈ ഫ്രീസറിലിരിക്കുന്ന സാധനം എടുത്ത് പുറത്തങ്ങനെ വെക്കരുത്, അപ്പം തന്നെ തേങ്ങ എടുത്തിട്ട് അപ്പം തന്നെ കയറ്റിക്കോണമെന്ന് പറയണം. ഇടയ്ക്കൊക്കെ കുറച്ച് പ്ലെയിൻ വാട്ടർ ഉണ്ട്, വെള്ളം കണ്ടോ, കുറച്ചൊക്കെ വെള്ളം എടുത്തിട്ട് വെറുതെ മിക്സിയിലിട്ട് അടിക്കണം. കാരണം മിക്സിയിൽ എന്തെങ്കിലും ചെളി എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് പോകാനായിട്ട്. കണ്ടോ, ഇതിലൊക്കെ പണ്ടാരം എന്തൊക്കെ ഇരിപ്പുണ്ട്, ഇപ്പോൾ കളയാൻ പറ്റുന്നേ ഇല്ല. മീൻസ് ഈ സൈഡിലൂടെ കണ്ടോ, ഈ സൈഡിൽ അങ്ങനെ ഇരിപ്പുണ്ട്. എന്തുവാണ്, ക്യാമറയിൽ കൂടെ കാണുന്നുള്ളൂ, പക്ഷേ നേരിട്ട് അറിയുന്നില്ല. അപ്പം ഞാൻ നോക്കിയാൽ അതിന്